നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ ഇന്ന് താലപ്പൊലിയാണ്. അപ്പോൾ താലപ്പൊലി ദിവസം രാവിലെ ഇവിടെ പൂതവും തറയും വന്ന് കളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ശരിക്കും പൂതം തറയെന്നല്ല പറയുക, പൂതും തിറയെന്നാണ്. പക്ഷേ ഇവിടെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് അത് പൂതം തറയായതാണ് കേട്ടോ. അപ്പോൾ പൂതം തറ വന്ന് കളിക്കും. നമ്മളപ്പോൾ പൈസ അരിയൊക്കെ കൊടുക്കും. പിന്നെ അരിയൊക്കെ അവർ നമ്മൾ കൊടുക്കുന്ന അരി എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ എറിഞ്ഞ് അനുഗ്രഹമൊക്കെ തരും കേട്ടോ. അപ്പോൾ നമ്മളും അതുപോലെ പൈസയും അരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ വന്ന് കളിച്ചിട്ട് പോയി. ഇനി ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് വേല പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് പോകുന്നത് ഇതുപോലെ പൂതം തറയാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഓരോരോ ഭാഗത്തുനിന്ന് ഓരോരോ ദേശത്തുനിന്ന് ഓരോന്ന് പോകും. അപ്പോൾ ശിങ്കാരിമേളം അങ്ങനെ ഓരോ പിന്നെ വണ്ടി വേഷം അങ്ങനെയാണ് കേട്ടോ അമ്പലത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളത് കുറച്ച് നേരം ഉച്ചയ്ക്ക് ശേഷം അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ അമ്പലത്തേക്ക് ഇനി പോകും. അപ്പോൾ പൂതം തറയാണ് ഈ പ്രാവശ്യം നമ്മുടെ അവിടെ നിന്ന് പോയത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ശിങ്കാരിമേളമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോകുമ്പോൾ ആന ഇവിടെ പ്രദക്ഷിണമൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അയ്യപ്പൻ്റെ തടമ്പൊക്കെ ഏറ്റി ഇങ്ങനെ പ്രദക്ഷിണമൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അമ്പലത്തിൽ കുറച്ച് നേരം നിന്ന് ഇതായിട്ട് ഒരു 4 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അമ്പലത്തേക്ക് പോയത്. അവിടെ നിന്ന് വന്ന് അങ്ങനെ കുറച്ച്, പക്ഷേ നമുക്ക് തൊഴുതാനൊന്നും പറ്റിയില്ല. എന്നാലും നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിയൊന്നുമില്ല, പുറത്ത് നിന്നിട്ട് തൊഴുതാനായിട്ട് പറ്റുള്ളൂ. അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും ശരിക്കും നമുക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്ന് പിന്നെ ഒരു 10 മണിയൊക്കെ ആവണം കേട്ടോ. 10 മണിയൊക്കെ ആയാലാണ് നമുക്ക് ഓരോരോ ദേശത്തുള്ള വേലകൾ അമ്പലത്തേക്ക് കാവ് കയറുക. അപ്പോൾ നമ്മൾ അതുവരെ പുറത്തൊക്കെ പോയിട്ട് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിന് ശേഷം പുറത്ത് പോയിട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോയത് പിന്നെ ഒരു ബാഗ് കടയ്ക്കാണ്. അപ്പോൾ ഒരുപാട് കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അലുവ, പൊരി, ബാഗ്, ഫാൻസിക്കാരി, ഇത് അങ്ങനെ ഫാൻസി കട, അങ്ങനെ ഒരുപാട് കടകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോയത് ഒരു ബാഗ് കടയ്ക്കാട്ടോ. അപ്പോൾ ബാഗ് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കണം. അങ്ങനെ നമ്മളൊരു ബാഗൊക്കെ മേടിച്ചിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വെള്ളക്കുപ്പി ഇനി അതുപോലെ കുട്ടികൾക്ക് മേടിക്കുന്ന സാധനങ്ങളൊക്കെ ആ ബാഗിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യം ബാഗാണ് കേട്ടോ മേടിച്ചത്. ഇനി നമ്മൾ ബാഗൊക്കെ മേടിച്ചിട്ട് നേരെ ഒരു മരത്തിൻ്റെ ഒരു ആൽമരം ഉണ്ട്. അപ്പോൾ അവിടെ പോയി നിൽക്കൂട്ടോ. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ അവിടെ പോയി നിന്നിട്ടാണ് കേട്ടോ വേല കാണുക. അമ്പലത്തിൽ കയറിയിട്ട് വേല കാണില്ല. അപ്പോൾ നല്ല തിരക്കായിരിക്കും അമ്പലത്തിൽ. അപ്പോൾ കുട്ടികളെയും കൊണ്ട് അവിടെ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ കുറച്ചൊരു ഒഴിഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് കാണും. അപ്പോൾ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, നമുക്ക് ഇരിക്കാനും നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി നിന്നിട്ടാണ്. അപ്പോൾ റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ വേലയൊക്കെ റോട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്കത് മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ പോയി നിൽക്കുക കേട്ടോ ചെയ്യാറ്. നമ്മൾ ബാഗൊക്കെ നോക്കിയതിന് ശേഷം ഹലുവ പൊരിയൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോൾ ജിലേബിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി മേടിച്ച് അങ്ങനെ നമ്മൾ നേരെ ആലിൻ്റെ പോയി നിന്ന് വേലയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഇനി അവിടെ നിന്നിട്ടാണ് നമ്മൾ എല്ലാ വേലകളും കാണാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ താലപ്പൊലി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് താലപ്പൊലി എന്നാണ് പറയുക. നിങ്ങൾ അവിടെയൊക്കെ എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ താലപ്പൊലി ഇഷ്ടമാവണേ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.